വാർത്തകൾ വിശദമായി നോക്കാം. അമീബിക് മസ്തിഷ്കജ്വര വ്യാപനം സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കും. ആരോഗ്യവകുപ്പിന്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷം. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ഡി ബിനോയ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് പ്രതിപക്ഷം അമീബിക് മസ്തിഷ്കജ്വര വ്യാപനം സഭയിൽ ഉന്നയിക്കാനാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ നീക്കം. ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ ഓരോന്നായി കൃത്യമായി ചൂണ്ടിക്കാണിക്കാനാണ് ഇന്ന് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് എന്നൊരു കാര്യം കൂടി എന്തായാലും മനസ്സിലാക്കുന്നുണ്ട്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് ബിനോയ്? ഗുഡ് മോർണിംഗ് രേണുക. നിയമസഭാ സമ്മേളനം തുടങ്ങിയ അന്ന് മുതൽ തന്നെ ഭരണപക്ഷത്തിനെ കടന്നാക്രമിക്കുന്ന ഒരു രീതിയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് കാണുന്നത്. ഇന്നലെ തന്നെ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ വലിയ തരത്തിലുള്ള ഒരു സഭാതലം വലിയ തരത്തിൽ ശബ്ദാനമനമാക്കുകയും ഒപ്പം തന്നെ സമരത്തിന് മുന്നിലേക്ക് വരെ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് കേരളത്തിൽ വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോഴും ആരോപണം ഉന്നയിക്കുന്നത്. കാരണം ഈ മസ്തിഷ്ക ജ്വരം പടരുന്നതുമായി ബന്ധപ്പെട്ട് അത് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അതിനാവശ്യമായ മരുന്നുകൾ എത്തിക്കാനോ കൃത്യമായ തരത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു രീതിയിലെ പ്രവർത്തനങ്ങളും ഇല്ല എന്നാണ് ഇപ്പോഴും പ്രതിപക്ഷം ബാധിച്ചുകൊണ്ടിരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഉണ്ടായ മരണസംഖ്യ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത് സഭാതലത്തിൽ ഉന്നയിക്കുവാനും ആരോഗ്യമന്ത്രി വകുപ്പ് മന്ത്രിക്കെതിരെ വലിയ തരത്തിൽ ആഞ്ഞടിക്കുവാനും പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കാരണം ആരോഗ്യവകുപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട വലിയ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി വരുന്നുണ്ട്. പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസിന്റെ വിവാദമായ ഫേസ്ബുക്ക് പോസ്റ്റും തുടർന്നുണ്ടായ ഏകദേശം 2-3 മാസത്തോളം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങളും ഒക്കെ തന്നെ ഇന്ന് സഭാതലത്തിലേക്ക് എത്തപ്പെടും. മസ്തിഷ്ക ജ്വരത്തിനോടൊപ്പം തന്നെ ഈ മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക മേഖലകളിലും ഇത് വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇങ്ങ് തലസ്ഥാനത്തായാലും ഒപ്പം തന്നെ മറ്റ് മേഖലകളിലൊക്കെ തന്നെ പ്രത്യേകിച്ചും കോഴിക്കോടിന്റെ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈ അസുഖം പിടിപെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോഴും ചികിത്സയിലുള്ളത്. ഇവിടെ മതിയായ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഈ ആരോപണം സഭയിൽ ഉന്നയിക്കപ്പെടും. മാത്രവുമല്ല കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് സഭയിൽ പ്രതിപക്ഷം ചോദ്യോത്തര വേളയിൽ പോലും ആരോഗ്യവകുപ്പ് മന്ത്രിയെ കടന്നാക്രമിച്ച തരത്തിലായിരുന്നു. കാരണം UDFന്റെ കാര്യത്തെ കണക്കുകൾ നിരത്തിക്കൊണ്ടൊരു താരതമ്യ രീതിയിലാണ് എപ്പോഴും കാര്യങ്ങൾ സഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ അവതരിപ്പിക്കുന്നത്. അത് അംഗീകരിക്കാനാകില്ല. കൃത്യമായ കണക്കുകൾ ഉണ്ടാകണം. ഒരു കാരണവശാലും ഇത്തരത്തിലൊരു നീക്കത്തിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. ഈ കണക്കുകൾ വ്യക്തമാക്കുന്നില്ല, പകരം പല കാര്യങ്ങളും ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മറുപടി നൽകുന്ന ഒരു രീതിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് ഇന്നലെ തന്നെ പറഞ്ഞത്. അതിന് തൊട്ട് പിന്നാലെയാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ അമീബിക് മസ്തിഷ്ക ജ്വരമാണ് പ്രധാന വിഷയമായി കൊണ്ടുവരുന്നതെങ്കിലും ആരോഗ്യ മേഖലയിലെ മുഖ്യമായ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ തന്നെയാണ് നീക്കം. കാരണം പല ആശുപത്രികളിലും മരുന്ന് ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ വലിയ തരത്തിൽ വാർത്തയായിരുന്നു. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലും ഈ ഹൃദ്രോഗ വിഭാഗത്തിൽ ആവശ്യത്തിനുള്ള ഉപകരണങ്ങളില്ല എന്ന തരത്തിൽ വലിയ വാർത്തകൾ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ ഇന്ന് ഒരുപക്ഷെ സഭയിൽ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് ആരോഗ്യ മന്ത്രിയുടെ സിസ്റ്റം എല്ലാം കൃത്യമായി പോകുന്നുണ്ട്, സിസ്റ്റത്തിന് കുഴപ്പമില്ല എന്നുള്ളൊരു വാക്ക്, ആ വാക്കിന് തന്നെ ഇന്നലെ എടുത്ത് സഭയിൽ ഈ പ്രതിപക്ഷം പ്രയോഗിച്ചിരുന്നു. അത് ചോദ്യോത്തര വേളയിലായിരുന്നെങ്കിൽ പോലും വലിയ തരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ ഉയർത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരുന്നു. അതിനെ തടയിടാൻ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രമിച്ചിരുന്നു. എന്തായാലും ഇന്ന് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നുള്ളത് വലിയ തരത്തിൽ ഒരു ചർച്ചയാക്കി മാറ്റാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഒരു പക്ഷേ ഇത് സഭയിൽ ചർച്ച ചെയ്തില്ലെങ്കിൽ സഭ ബഹിഷ്കരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ 7 ബില്ലുകൾ, അതായത് ഈ സമീപകാലത്തുള്ള പ്രശ്നങ്ങൾ ബില്ലുകളായി സഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ ബില്ലുകൾ പാസ്സാക്കി ഗവർണർക്ക് അയക്കുന്നതിന് വേണ്ടിയാണ് ഈ 12 ദിവസം നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നതെങ്കിലും ആ ബില്ലുകളൊക്കെ തന്നെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതുകൊണ്ട് ഈ ബില്ല് അവതരണം തടസ്സപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നും ഈ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. കാരണം ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട മരണസംഖ്യ ഉയരുന്നു, അത് രോഗബാധിതരുടെ എണ്ണം കൂടുന്നു. സാധാരണ കുളത്തിൽ നിന്നും മറ്റ് ജലസ്രോതസ്സുകളിൽ നിന്നുമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നെങ്കിൽ അതൊക്കെ മാറി മറ്റു രീതിയിലൊക്കെ മസ്തിഷ്ക ജ്വരം പടരുന്നുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചയാവാനാണ് സാധ്യത. കേളുക.
അതോടൊപ്പം തന്നെ ബിനോയ്, ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഉയരുന്ന സാഹചര്യത്തിൽ പതിവ് പല്ലവി പോലെ തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പും പറയുന്നത്. ആരോഗ്യവകുപ്പിന്റെ മന്ത്രി വീണ ജോർജും പറയുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോഴും ഇതിന്റെ ഒരു വ്യാപ്തിയെപ്പറ്റി ഇപ്പോഴും സമൂഹത്ത് വ്യാപിച്ചു കിടക്കുകയാണ്. ഇതിനെപ്പറ്റി എങ്ങനെയായിരിക്കും മറ്റു വിവരങ്ങൾ? ആദ്യം മുതൽ തന്നെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പടരാൻ തുടങ്ങിയ ദിവസം മുതൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും സർക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വന്ന് മരിച്ചവരൊക്കെ തന്നെ മറ്റ് രോഗങ്ങൾ കൂടി ഉള്ളവരായിരുന്നു എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ വാദം. ആ വാദം പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ പരാതികൾ, അതായത് അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായി മെഡിക്കൽ കോളേജിൽ ചികിത്സാ സമ്പ്രദായം ഒരുക്കുന്നില്ല എന്നുള്ളതാണ് UDFന്റെ ഏറ്റവും വലിയ പരാതി. ആ പരാതിയുമായി മുന്നോട്ട് തന്നെ അവർ പോകും. പ്രത്യേകിച്ചും ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിനടുത്തുള്ള വിഴിഞ്ഞം ഭാഗത്ത്, അതായത് കോവളത്തേക്ക് പോകുന്ന ഭാഗത്ത് പോലും ഇപ്പോൾ ഒരു കുട്ടിക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു. അങ്ങനെ നഗരമേഖലകളിലൊക്കെ ഒക്കെ തന്നെ ഈ മസ്തിഷ്ക ജ്വരം പടരുന്ന ഒരു സാഹചര്യം, അത് കൃത്യമായും വലിയ വാർത്തയാക്കി, അത് വലിയ ചർച്ചയാക്കി മാറ്റാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ആ നീക്കവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകും എന്നുള്ളത് ഏകദേശം ഉറപ്പ് തന്നെയാണ്. ശരി ബിനോയ്, വ്യക്തമാണ്. അമീബിക് മസ്തിഷ്ക ജ്വര വ്യാപനം സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ഇന്ന് നീക്കമിട്ടിരിക്കുകയാണ്. അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കും. ആരോഗ്യവകുപ്പിന്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. വിവരങ്ങൾ പങ്കുവച്ചത് ഡി ബിനോയിയാണ്. MLA-മാരുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. കസ്റ്റഡി മർദ്ദനത്തിലെ കുറ്റക്കാരായ പോലീസുകാരെ സർവീസിൽ നിന്നും ഒഴിവാക്കുന്നതുവരെ സമരം തുടരാനാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഡി ബിനോയ് തന്നെയാണ് ചേരുന്നത്. ഡി ബിനോയ്, MLA-മാരുടെ അനിശ്ചിതകാല സമരം എന്തായാലും തുടരുകയാണ്. ഇന്നലെ 2 MLA-മാരാണ് സത്യാഗ്രഹ സമരമെല്ലാം